കണ്ടതില്ല നിന്നെയെല്ലാം. ഗൂഡല്ലൂരിലെ സൂചിമലയിൽ നിന്ന് കടന്നൽ കുത്തേറ്റ് മരണപ്പെട്ട സാബിറിന്റെ കൈകൾ കണ്ടപ്പോൾ വേദന തന്നെയാണ് ആ കാഴ്ച നൽകിയത്. ശരീരത്തിൽ ഒരു ഭാഗത്ത് പോലും സാബിറിന് കടന്നൽ കുത്തേക്കാൻ ബാക്കിയുണ്ടായിരുന്നില്ല. കടന്നലിന്റെ സൂചിനാരി പോലുള്ള മുൾമുനകൾ സാബിറിന്റെ കയ്യിൽ വ്യക്തമായി തന്നെ കാണാമായിരുന്നു. ചൊവ്വാഴ്ചയാണ് ചെറുപ്പം മുതലേയുള്ള കളിക്കൂട്ടുകാരും ഒന്നിച്ചു പഠിച്ചവരുമായ 3 കൂട്ടുകാർ തമ്മിൽ ഊട്ടിയിലേക്ക് യാത്ര പോയത്. യാത്ര കഴിഞ്ഞ് മടങ്ങി വരവെയാണ് ഗൂഡല്ലൂരുള്ള സൂചിമലയിൽ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുണ്ടായിരുന്ന കടന്നൽ കൂടിൽ ഒരു പരുന്ത് വന്നിരിക്കുന്നതും ശേഷം ആ പ്രദേശമാകെ കടന്നൽ കൊണ്ട് വ്യാപിക്കുന്നതും. കടന്നൽ കുത്തേൽക്കാൻ തുടങ്ങിയപ്പോൾ ഷാബിർ തൻ്റെ ഷർട്ടഴിച്ച് കടന്നലിനെ പ്രതിരോധിച്ചു. പക്ഷേ ഈ പ്രവർത്തനമാണ് കടന്നലുകളെ പ്രകോപിപ്പിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. 23 വയസ്സ് മാത്രമുള്ളൂ സാബിറിന്. 3 വർഷം ഗൾഫ് ജീവിതം കഴിഞ്ഞ് പെരുന്നാളിന് ആഴ്ചകൾക്ക് മുമ്പാണ് ഷാബിർ നാട്ടിലെത്തിയത്. ഇനി വിവാഹം കഴിച്ച് കുടുംബജീവിതം ആരംഭിക്കുവാനുള്ള ഒരുക്കത്തിലായിരുന്നു പ്രിയപ്പെട്ട സാബിർ സൽപ്രവർത്തനങ്ങളിൽ മുന്നേറുന്നവനായിരുന്നു. നാട്ടിൽ എല്ലാവർക്കും ഷാബിറിനെ കുറിച്ച് ഒരു മോശം അഭിപ്രായം പറയാനില്ല. ഷാബിർ ഒരു ഹാഫിള് കൂടിയായിരുന്നു. നിസ്കാരവും സൽക്കർമ്മങ്ങളുമായി ഹാഫിളായ ഷാബിർ നല്ല നിലയിൽ തന്നെയായിരുന്നു ജീവിച്ചത്. ഇന്ന് ഒരു സുഹൃത്തിൻ്റെ കമൻറ്റ് കാണാനിടയായതും വിഷമം തന്നെ അതും നൽകിയത്. ഊട്ടിയിൽ പോയി കൂത്താടി വരുന്നതിനിടയല്ലേ മരണപ്പെട്ടതെന്ന്. ഹാഫിളായ 5 നേരം നമസ്കരിക്കുകയും സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ഈ യുവാവിനെ കുറിച്ചാണോ സുഹൃത്തെ നീ പറഞ്ഞത്? നിനക്ക് തെറ്റിപ്പോയി. വിനോദസഞ്ചാരത്തിന് ഏർപ്പെടുന്നത് തെറ്റാണോ? അള്ളാഹുവെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നിങ്ങൾ യാത്ര ചെയ്യൂ എന്ന് പറയുന്നത് പോലും അള്ളാഹുവല്ലേ? ഊട്ടിയിലേക്ക് യാത്ര പോയ സാബിറും കൂട്ടുകാരും ഇത്തരത്തിൽ കടന്നൽ കുത്തേറ്റതും അക്കാരണത്താൽ ഷാബിർ മരണപ്പെട്ടു എന്നുള്ള വാർത്ത ഷാബിറിൻ്റെ നാടിനെ ആകെ വിഷമത്തിലാക്കിയിരിക്കുകയാണ്. അതും ഈ ചെറുപ്പക്കാരനെ വ്യക്തമായി അറിയാവുന്നത് കൊണ്ട് തന്നെ. അത്രയേറെ നല്ല ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു ഷാബിർ. ചൊവ്വാഴ്ച യാത്ര പോയ ഇവർ ബുധനാഴ്ച മടങ്ങി വരവെയാണ് ഗൂഡല്ലൂരിലെ സൂചിമലയിലെത്തിയതും അവിടെ നിന്ന് താഴേക്കിറങ്ങി ഫോട്ടോ എടുക്കാൻ ഉദ്ദേശിച്ചത്. 3 വർഷം വിദേശത്ത് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത സാബിർ പെരുന്നാൾ കൂടാനും തുടർന്ന് വിവാഹം കഴിക്കുവാനൊക്കെയുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നാട്ടിലെത്തിയത്. പക്ഷേ ഷാബിറിനെ അള്ളാഹു അവൻ്റെ അടുത്തേക്ക് വിളിക്കുകയായിരുന്നു. അള്ളാഹു അവൻ്റെ പക്കൽ നിന്നുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ഷാബിറിന് ഏറ്റി നൽകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസ് തന്നെ ഈ വേദനയ്ക്ക് പകരമായി നൽകട്ടെ. പട്ടമായി ഞാൻ പാറി പാറി പ്രണയമഴയുടെ നൂലിനറ്റം. പട്ടമായി ഞാൻ പാറി പാറി കണ്ടതില്ല നിന്നെയെല്ലാം. ഒന്നുമീ പ്രപഞ്ചത്തിൽ, ഒന്നുമീ പ്രപഞ്ചത്തിൽ.